ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ബീഫ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ബീഫ് കഴുകി എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഗരം മസാലയാണ് കേട്ടോ. അത് ഒക്കെ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുഞ്ഞ് മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, ഒരു ചെറിയ സവാള, വെളുത്തുള്ളി, ഇഞ്ചി. അപ്പോൾ ഇതെല്ലാം കൂടെയും ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് എന്തായി നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഉപ്പും മസാലയും വെള്ളമൊക്കെ ഉണ്ട്, നമുക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെള്ളം പറ്റിക്കാനായിട്ട് വയ്ക്കാം. ബീഫ് നന്നായിട്ട് വെള്ളം പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി എന്തോരം ചേർത്താലും അതിന് ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ഉള്ളിക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 3 അല്ലി വെളുത്തുള്ളി. കാരണം ഇറച്ചി വേവിച്ചപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് മതി. ഉള്ളി ഇവിടെ മൂത്ത് തുടങ്ങിയിട്ടോ. നമുക്കിത് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. വേപ്പിലയും കൂടി ഇടാട്ടോ. വേപ്പില ഉള്ളി ശരിക്കും മൂത്ത് ഇതിനകത്ത് കിടന്ന് ഡ്രൈ ആയിട്ട് ഇറച്ചി ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് കിടന്ന് ആ ടേസ്റ്റ് എല്ലാം പിടിച്ച് വന്നോളൂ. ഉള്ളി കരിവെന്ന് ഓർത്തൊന്നും ആരും പേടിക്കണ്ട കേട്ടോ. അങ്ങനെ ചെയ്ത് ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് പെപ്പർ പൗഡർ ഇടാം കേട്ടോ. കുറച്ചുള്ളൂ, ബീഫ് കുറച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തേക്കണേ. പിന്നെ ആദ്യം മസാലയൊക്കെ അതിനകത്തിട്ട് വേവിച്ചതാണല്ലോ, അപ്പോൾ കുറച്ച് മതി. അപ്പോൾ നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകൊക്കെ ഇതിനകത്ത് ഇട്ടേക്കണം. കാരണം പിന്നെ അധികം എരിയുടെ ആവശ്യമില്ല. എരിവ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. മുളകൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ചത് ഒന്ന് സെറ്റാവുന്നൊരു അടച്ച് വെക്കാം കേട്ടോ. സെറ്റാവും. അവിടെ ഇരുന്ന് വേവട്ടെ. നമ്മുടെ ബീഫ് എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. എൻ്റെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാവുന്ന ഒരു ഡിഷാണ് ബീഫ് ഫ്രൈ. ഇതിനകത്ത് വേറെ അധികം ചേരുവകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അല്പം കുരുമുളകും, ചുമന്നുള്ളിയും, വെളുത്തുള്ളി, ഇഞ്ചിയും, പച്ചമുളകും, മുളക് പൊടിയും, മല്ലിപ്പൊടിയും, മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ചേർക്കണമല്ലോ. എല്ലാം ചേർത്ത് തയ്യാറാക്കിയ അടിപൊളി ബീഫ് ഫ്രൈ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.